അതിൽ ഏറ്റവും ബോറായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ജാസ്മിൻ. അവർക്ക് കൊടുത്ത പണിഷ്മെന്റ് വളരെ കുറച്ചു. മോളെ ചക്കര തേനെ പാലെന്നൊക്കെ വെച്ചാൽ ഒരു ലഡുവും കൂടെ വായിലോട്ട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അത്രയും നല്ലത്. ആ രീതിയിലാണ് നോമിനേഷൻ ഞാൻ ഇട്ടോട്ടെ എന്ന് ലാലേട്ടൻ അങ്ങോട്ട് അനുവാദം ചോദിച്ച് നോമിനേഷൻ എടുത്തിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട ആർക്കാ മനസ്സിലാവാത്തത് ബിഗ് ബോസേ? കഴിഞ്ഞ സീസണുകളിൽ നിങ്ങൾ ചെയ്ത് കാണിച്ച അതേ ചെറ്റത്തരം തന്നെയാണ് ഈ സീസണിലും നിങ്ങൾ ആവർത്തിക്കാൻ തുനിയുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത്, പിന്നെ സുബിൻ ഭയങ്കര സാഡാണ്. പൂജയ്ക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടായിട്ട് പൂജയും മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പ്ലെയർ തന്നെയാണ്. ഗബ്രി ഒഴിവായി പോയാൽ ഒരുപക്ഷെ അവർ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് നേടാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയാണ് ജാസ്മിൻ. പിന്നെ ജാസ്മിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടായിരുന്നാലും പിന്നീട് പോയി അവരോട് സംസാരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും.